9 എണ്ണം 9 ആളുകളുടെ മൃതദേഹങ്ങൾ ഉണ്ട് 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 4 പേര് ചികിത്സയിലുണ്ട്. അതിൽ 3 ആള് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവരുടെ പരിക്ക് ഗുരുതരമാണ്. ഗുരുതരമാണ് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഉള്ള കുട്ടിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ആ ഡ്രൈവർ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജെൻസ് ഉള്ളത് ആളുകളുടെ രൂപമെല്ലാം കാണുമ്പോൾ ഉണ്ടോ കാണാൻ പറ്റിയിട്ടില്ല. അതായത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന 3 പേരെയാണ് ഇവിടെ നിന്ന് മാറ്റിയത്. ഗുരുതരമായ പരിക്കേറ്റ 3 പേരെയാണ് മാറ്റിയത്. മറ്റ് ഒരു കുട്ടിയാണ് ഈ ആശുപത്രിയിലുള്ളത്. ആ കുട്ടിയുടെ നില അദ്ദേഹം മലപ്പുറം സ്വദേശിയാണോ? ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം വിവരം അറിഞ്ഞ് ഇവിടേക്ക് അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയതാണെന്നാണ് നമുക്ക് മനസ്സിലായത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പരിക്ക് പറ്റിയ ആളുകളെ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളുടെ മൃതദേഹം കണ്ട് അത് മനസ്സിലാക്കാൻ, ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എത്തിയതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഇവരെ പരിചയമുള്ള ആരുമല്ല അത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടേക്ക് കേരളത്തിനുൾപ്പെടെയുള്ള ആളുകൾ എത്തുകയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്ന പലരും അവിടെയുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ, തമിഴ്നാട്ടിലെ ഉന്നത ഉദ്യോഗസ്ഥർ, എസ് പിയും കളക്ടറും ഉൾപ്പെടെയുള്ളവരും ആ വിഷയത്തിൽ ഇടപെട്ടുണ്ട്. ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. പരിക്കേറ്റ 3 പേരെ പരിക്കിന്റെ സ്വഭാവം ഗൗരവമുള്ളതായതുകൊണ്ട് കൂടുതൽ സൗകര്യമുള്ള കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു കുട്ടി ഇപ്പോൾ പൊള്ളാച്ചിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അല്പം മുമ്പ് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. 11 വയസ്സ് എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിക്ക് അത്രത്തോളം ഗൗരവമല്ല എന്നാണ് മനസ്സിലാകുന്നത് പ്രാഥമികമായി. പക്ഷേ എക്സ്റേ എടുക്കട്ടെ, കൂടുതൽ പരിശോധനകൾ നടത്തട്ടെ, അതിനുശേഷം പറയാമെന്നാണ് ഡോക്ടർമാരും അറിയിക്കുന്നത്. ഒരു പക്ഷേ കോയമ്പത്തൂരിലേക്ക് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. അത് പരിക്കിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.